ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്നലെ രാത്രി തന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ പോയി ഒന്ന് എപ്പിസോഡ് കാണുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാം. കാരണം അഗ്നിപരീക്ഷ കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കാരണം ഇൻട്രോ കാണാണ്ട് ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവർ ഇതൊരിക്കലും മിസ് ചെയ്യരുതേ. എന്തെന്നാൽ ഈ ഒരു അഗ്നിപരീക്ഷയിൽ നിന്ന് ചില മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 പിന്നീട് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്നിപരീക്ഷ ഒരു കാരണവശാൽ മിസ് ചെയ്യരുത് കേട്ടോ. എന്തായാലും ഇന്നലത്തെ ആദ്യത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം 40 മത്സരാർത്ഥികളാണ് അവിടെ എത്തിയത്. ഇവർക്കായി ആദ്യം നൽകുന്നത് ഒരു പൂട്ടും ഒരു താക്കോലും ഉൾപ്പെട്ട ഒരു ടാസ്ക്കാണ് കേട്ടോ. താക്കോലും പൂട്ടും 2 വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും വെച്ചിട്ടുണ്ടാകുക. അവയിൽ ഓരോന്നിലും ചില ക്ലൂ ഉണ്ടായിരിക്കും. ആകെ 20 താക്കോലുകളും 20 പൂട്ടുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ താക്കോല് കണ്ടെത്തി അതിലെ ക്ലൂ മനസ്സിലാക്കിയിട്ട് ശരിയായ പൂട്ട് കണ്ടെത്തി തുറക്കുക എന്നതായിരുന്നു ടാസ്ക്. ഒരു ഒന്നൊന്നര ടാസ്ക്കാണ് കേട്ടോ. ആദ്യം ഈ ഒരു ടാസ്ക് പൂർത്തിയാക്കുന്ന 20 പേരാണ് ഇവിടെ വിജയിക്കുന്നത്. ഈ ടാസ്കിൽ വിജയിച്ച 20 പേരെയാണ് ആദ്യ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായി ഇനി കാണാൻ പോകുന്നതും. വിജയിച്ച 20 പേരുമായി നമ്മുടെ അവതാരികയായ റെനീഷ സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. ബാക്കിയുള്ള 20 മത്സരാർത്ഥികൾക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും അവസരം നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വിജയിച്ച 20 പേരെയും പിന്നീട് 3 ടീമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് അഖിൽ മാരാർ ടീം, റിയാസ് ടീം, രഞ്ജിനി ടീം എന്നിങ്ങനെയാണ് നമ്മുടെ ടീമുകളെ. റിയാസിൻ്റെ ടീമിൽ ഷിബിന, പൂജ, അഭിറാം, നഷ പാലത്തിങ്കൽ, അസിയ, അനഘ, അതേപോലെ പ്രണവ് എന്നിവരാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രഞ്ജിനിയുടെ ടീമിലാണെങ്കിൽ ആരാധ്യ, ഷബീറ, പാർവതി, അമൃത, വർഷ, നയന, രജനി എന്നിവരൊക്കെയാണ് ഉള്ളത്. നമ്മുടെ അഖിൽ മരാറിൻ്റെ ടീമിൽ ബിജു തോമസ്, എൽദോ, ഷിജിൻ, അമൽ, മോഹൻ, അപർണ സുരേഷ്, ഷാനോ, അങ്ങനെ ഈ മത്സരാർത്ഥികളൊക്കെയാണ് നമ്മുടെ അഖിലിൻ്റെ ടീമിലും. ഇങ്ങനെ ഇവരെ 3 ടീമുകളായി രൂപീകരിച്ചതിന് ശേഷം ഓരോ ടീമിനും വ്യത്യസ്ത ടാസ്കുകളാണ് അവർ നൽകുന്നത്. ആദ്യമായി ടാസ്ക് ചെയ്യുന്നത് റിയാസിൻ്റെ ടീമായിരുന്നു. മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ അവർ എവിടെ നിന്നാണ് വരുന്നത്, അവർ എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ വിവരങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. റിയാസിൻ്റെ ടീമിന് നൽകിയ ആദ്യ ടാസ്ക് സ്കെയിലുകളുള്ള കപ്പുകൾ ഉപയോഗിച്ചിട്ട് ഒരു പിരമിഡ് നിർമ്മിക്കുക എന്നതായിരുന്നേ. ഈ ഒരു ടാസ്കിൽ പരാജയപ്പെടുന്നവർക്ക് ഡേഞ്ചർ സോണായ ഔട്ട് ഹൗസിലേക്ക് പോകേണ്ടി വരും. അതായത് അവർ അപകട മേഖലയിലാണ് എന്നാണ് സാരം. എപ്പോൾ വേണമെങ്കിലും പുറത്താകാനുള്ള സാധ്യതയുള്ളവരാണ് അവിടെ എത്തുകയും ചെയ്യുന്നത് കേട്ടോ. റിയാസിൻ്റെ ടീമിൽ പിരമിഡ് ടാസ്ക് വിജയിച്ചതാണെങ്കിൽ അഭിറാം, അനഘ, പ്രണവ് എന്നിവരായിരുന്നേ. ഇവരവിടെ എന്തായാലും സേഫായി. ഇവരിൽ ഏറ്റവും മികച്ച രീതിയിൽ ടാസ്ക് പൂർത്തിയാക്കിയ പ്രണവിന് ഇൻഫിനിറ്റി പെൻഡൻറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇൻഫിനിറ്റി പെൻഡൻറ്റ് ചില പ്രത്യേക പവേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ ടാസ്കിന് ശേഷവും ജഡ്ജസ് ആണ് ഇത് ആർക്കാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അടുത്തതായി എത്തി നമ്മുടെ രഞ്ജിനിയുടെ ടീമായിരുന്നേ. കുറേ വളയങ്ങൾക്കുള്ളിൽ നിന്ന് നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വളരെ കൃത്യമായി ചാടുകയും സ്ഥാനം മാറ്റുകയും ചെയ്യുക എന്നതായിരുന്നു ഇവർക്ക് കിട്ടിയ ടാസ്ക് കേട്ടോ. എന്നാൽ ഈ ടാസ്കിൽ സാധാരണ രീതിയിലുള്ള ഇൻ, ഔട്ട്, റൈറ്റ്, ലെഫ്റ്റ് എന്നീ വാക്കുകൾക്ക് പകരം ചില പേരുകളാണ് അവിടെ ഉപയോഗിച്ചത് കേട്ടോ. ഇന്നതിന് പകരം അഖിലെന്നും, ഔട്ട് എന്നതിന് പകരം റെനീഷ എന്നും, റൈറ്റ് എന്നതിന് പകരം രഞ്ജിനി എന്നും, ലെഫ്റ്റ് എന്നതിന് പകരം റിയാസ് എന്നും ഇങ്ങനെയുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഈ പേരുകളുടെ അർത്ഥം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം ചാടാൻ കേട്ടോ. ഈ ടാസ്കിൽ ആദ്യം ആരാധികയും പിന്നീട് നയനയും പുറത്തായേ. ഇരുവരും നേരെ ഡേഞ്ചർ സോണിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. ഈ ടാസ്കിലെ വിജയിയായിട്ട് വന്നത് നമ്മുടെ പാർവതി ആയിരുന്നേ. അതിനാൽ ഇൻഫിനിറ്റി പെഡൻറ്റ് പാർവതിക്കാണ് ഇവിടെ ലഭിച്ചത് കേട്ടോ. മൂന്നാമതായിട്ട് എത്തിയത് നമ്മുടെ അഖിൽ മാരാറിൻ്റെ ടീമാണ്. ഇവർക്കുള്ള ടാസ്ക് വളരെ വ്യത്യസ്തമായിരുന്നു. പന്തുകൾ ബൗൺസ് ചെയ്ത് കപ്പിനുള്ളിൽ വീഴ്ത്തുക എന്നതായിരുന്നു ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഷിജിനായിരുന്നു കേട്ടോ. അദ്ദേഹം 22 ബോളുകൾ ബൗൺസ് ചെയ്ത് കപ്പിൽ വീഴ്ത്തുകയും ചെയ്തു. മികച്ച രീതിയിൽ ടാസ്ക് പൂർത്തിയാക്കിയ ഷിജിന് തന്നെയാണ് ഇൻഫിനിറ്റി പെഡൻറ്റ് ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. ഇതിനിടയിൽ അഖിൽ മാരാറും റിയാസും തമ്മിൽ ചില കൗണ്ടറുകൾ നമ്മൾ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങൾ അവിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡിന് ഒരു ഗംഭീര തുടക്കം ലഭിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 20 മത്സരാർത്ഥികൾ ആരൊക്കെയാണ്, അവർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ആരൊക്കെയാണ് മുന്നിൽ എത്തുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളൊക്കെ അറിയാൻ സാധിക്കും.